അത് വർക്കൗട്ട് അല്ലെന്ന്, അത് മസിൽ റിലാക്സ് ചെയ്യുമെന്ന്. നമുക്കത് ചെയ്യാം, ഒരു 2-3 സ്ട്രെച്ചിങ് ചെയ്യാം. അങ്ങനെ നേരെ നമ്മളിതാ വീടെത്തി. നമ്മുടെ കൂട്ടുകാരന്മാരെ കൊണ്ടാക്കിയത് സംഭവം കാറ് കൊണ്ടുവന്ന് അവിടെ നിന്ന് പിക്ക് ചെയ്ത് അത് വീഡിയോ എടുക്കാൻ പറ്റില്ല, സംസാരത്തിലൊക്കെ ആയതുകൊണ്ടതാ. അങ്ങനെ നമ്മളെ വീടെത്തി. ഇനി എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. ഒരു 2-3 ദിവസം റെസ്റ്റ് എടുക്കുക, സെറ്റ് ചെയ്യുക. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലെ ആൾക്കാരെ കാണിച്ചു തരാം. അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ ഇന്നാണ് എൻ്റെ ലാസ്റ്റ് ദിവസം ഇവിടുത്തെ ദുബായിലെ. അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇപ്പോൾ UAE നടക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ, ഗൾഫ് രാജ്യങ്ങളിൽ ഇറാനും ഇസ്രായേലോട്ടൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം. അപ്പോൾ അതുകൊണ്ട് ഹോട്ടൽസിലുള്ള എല്ലാ ഹോട്ടലുകളും ഏകദേശം അടയ്ക്കുന്നുണ്ട്. കുറേ പേരെ നമ്മൾ ടെർമിനേഷൻ കൊടുക്കുന്നുണ്ട്, കുറേ പേർക്ക് വെക്കേഷൻ കൊടുക്കും. നമ്മുടെ സെറ്റപ്പുകളെല്ലാം ചെയ്തു, ബാഗെല്ലാം പാക്ക് ചെയ്തു, ബാക്കി എല്ലാ പരിപാടികളും നമ്മളെ കഴിഞ്ഞു. കറുത്തിങ്ങനെ ഇരുണ്ട് വലിയ ക്വാളിറ്റി ഇല്ലായിരിക്കുന്നതിൻ്റെ കാരണം രാത്രി ആയതുകൊണ്ടാണ്. പിന്നെ ഇവിടെ അത്യാവശ്യം ലൈറ്റിൻ്റെ വെട്ടത്തിൻ്റെ കുറവുണ്ട്. ഇതിലെന്തായാലും സർപ്രൈസ് ഒന്നും കൊടുത്തിട്ടില്ല, കാരണം എല്ലാവർക്കും അറിയാം ഞാനിപ്പോൾ 4 മാസം കഴിഞ്ഞ് ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, നാട്ടിലോട്ട് വരണമെന്ന് അറിയാം. അതുകൊണ്ട് പിന്നെ ഓൾറെഡി വീട്ടിലെല്ലായിടത്തും പറഞ്ഞു. നിൽക്കുന്ന ജിമ്മിലാണ്, വെറുതെ വന്നാൽ വർക്കൗട്ടൊന്നും ചെയ്യാനല്ല, നമ്മൾ കുളിച്ച് ഫ്രഷായി നമ്മളൊന്ന് മുടിയൊക്കെ വെട്ടിയൊന്ന് സെറ്റായിട്ടുണ്ട് നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. ദിവസം കൊണ്ട് ട്രെയിൻ ചെയ്യിപ്പിക്കും. കുറച്ച് 2 ദിവസം ആയുള്ളൂ. ഒരു ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു ചേട്ടനുണ്ട്, ഷെഫാണ് പുള്ളിക്കാരന് ഇച്ചിരി സൈസ് ഒന്ന് വയ്ക്കാൻ വേണ്ടിയിട്ടും അതേപോലെ കുറച്ച് ഡയറ്റും പറഞ്ഞു കൊടുക്കാനൊക്കെ പറയുന്നത്. ഞാൻ ഡയറ്റ് ഇതിനായിട്ട് കൊടുത്തില്ല, വർക്കൗട്ട് മാത്രമേ ഞാൻ ചെയ്യിപ്പിക്കുന്നുള്ളൂ. ഇന്ന് ഉറങ്ങുന്നില്ല. ഇന്ന് ഞാൻ ഉറങ്ങണം എന്ന് വിചാരിച്ചാൽ പക്ഷേ രാവിലെ ഇനി എണീക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് പിന്നെ ഉറങ്ങണമെന്നില്ല. ഇപ്പോൾ ജോലി കഴിഞ്ഞിട്ട് എത്തിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി കയറി വാ ജിമ്മിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഇല്ല, കാരണം ഇന്ന് ലെഗ് ചെയ്താൽ നമുക്ക് നാളെ എണീക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ നാട്ടിൽ പോയിട്ട് അവിടുത്തെ ജിമ്മിൽ പോയി ലെഗ് അടിക്കാമെന്ന് വിചാരിച്ചു. ആശാൻ ഇപ്പോൾ വരും, ആശാൻ വന്നിട്ട് ആശാനെ ലെഗ് കളിപ്പിക്കാൻ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. കാരണം എൻ്റെ കൂടെ ബൈസ് കളിക്കാനും ഉണ്ടായിരുന്നു, ബാക്ക് കളിക്കാനുണ്ടായിരുന്നു, പിന്നെ കഴിഞ്ഞ ദിവസം ട്രൈസും കളിക്കണം. ഇത് രണ്ടും കളിച്ചു പറഞ്ഞാൽ പുള്ളിക്കാരനെ കൈയും കാലും അനക്കാൻ വയ്യ. എന്തായാലും ഇന്ന് നമുക്ക് ലെഗ് അടിച്ച് പൊട്ടിപ്പിക്കണം പുള്ളിക്കാരനെ. നാട്ടിൽ പോയി ഇതിനുള്ള പ്ലാൻ എന്ന് വെച്ചാൽ എന്തായാലും ഞാൻ ഇതേപോലത്തെ വീഡിയോ എന്തായാലും കണ്ടിന്യൂ ചെയ്യും. എൻ്റെ ഇപ്പോൾ ഡാഷ്ബോർഡ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ലൈറ്റായിട്ട് കുറഞ്ഞു തുടങ്ങി, കാരണം എനിക്ക് ജോലി ആയതുകൊണ്ട് കറക്റ്റായിട്ട് വ്ളോഗ് ഇടാനോ ഒന്നും പറ്റുന്നില്ല. അതുപോലെ യൂട്യൂബിലെല്ലാം കുറഞ്ഞു തുടങ്ങി. അപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം. ഉള്ള വീഡിയോസിൽ നിങ്ങൾക്കും കൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുമുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്ന കാര്യങ്ങളാണ്. പഠിച്ചാൽ എങ്ങനെയാണ്, അതിൻ്റെ ജോലി എങ്ങനെയാണ്, ജോലി സാധ്യത എങ്ങനെയാണ്, കറക്റ്റായിട്ട് ഈ യൂട്യൂബിൽ കുറേ ആശാന്മാർ തള്ളും. അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും, പക്ഷേ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും നിങ്ങൾ അറിയണം. അത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞുതരാം. ഒത്തിരി ഉണ്ട് ഈ ഹോട്ടൽ ഫീൽഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ. നമ്മുടെ ചേട്ടൻ ചെയ്തോ നിങ്ങൾ നാളെ യൂട്യൂബിൽ വരും. ചെയ്തോ ഫോക്കസ് ചെയ്തിട്ട് കുറച്ചും കൂടെ ലൈറ്റായിട്ട് ബെൻഡ് ചെയ്ത് കൈ ഫ്രീ ആയിട്ട് വെച്ച് ചെസ്റ്റ് അപ്പ് ചെയ്തിട്ട് നേരെ അങ്ങ് ഇറങ്ങിക്കോ. ചെസ്റ്റ് ശാലവും കൂടെ ഒന്ന് വളച്ച് ഇങ്ങോട്ട് താഴോട്ട് കുറച്ചുകൂടെ ആക്കി, കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ടൊന്ന് തള്ളി. ഓക്കെ ഇനി ഓക്കെ 1 കുറച്ചും കൂടെ താത്തോ, 2 കുറച്ചും കൂടെ തരട്ടെ 3 4 5 3 കുറച്ചുകൂടെ ഇരിക്കട്ടെ 2 ലാസ്റ്റ് 1. എന്നിട്ട് റെസ്റ്റ് എടുത്തോ. ലാസ്റ്റ് റെഡി ആയിരിക്കല്ലേ. കുറച്ചുകൂടെ കാല് കറക്റ്റായിട്ട് ഇരുന്ന് കറക്റ്റായിട്ട് ഓക്കെ. എങ്ങനെയുണ്ട്? ഇല്ല ഇനി ലഞ്ചസ് ഉണ്ട്, ലെഗ് എക്സ്റ്റൻഷനും ഉണ്ട്. ഒന്നുമില്ല. 5 മിനിറ്റ് റെസ്റ്റ് കൊടുത്തോ, എന്നിട്ട് നമ്മൾ തോന്നണം. നമ്മളെ ലെഗ് എക്സ്റ്റൻഷനിലോട്ട് ആശാരിതാ കിടക്കുക. ആശാ മടിയായി. പതുക്കെ പോട്ട് 1 പതുക്കെ 2 3 4 5 ഒന്നുമില്ല 6 പോട്ട് 7 പതുക്കെ നല്ലോണം ബാക്കി സ്ട്രെച്ച് കൊടു. 8 9 10 ചുമ 1 5 4 3 2 1 സ്റ്റാർട്ട്. തുടങ്ങിക്കോ. ബാ. ഓക്കെ, സെയിം ലൈക്ക് നേരത്തെ ചെയ്തോളൂ. 12 പയ്യ 11 10 9 8 7 പോട്ട് നിർത്തിയാൽ ഞാൻ കൗണ്ട് കിട്ടും. വീണ്ടും 7 അടിക്കണം, വീണ്ടും 8 അടിക്കണം. 7 6 പോട്ട് 6 5 4 ready 4 പോട്ട് 3 2
ടു. അടി അടി അടി. പാർഷ്യൽ റെപ്പെങ്കിലും കൊടു. പാർഷ്യൽ റെപ്പ് എന്ന് വെച്ചാൽ പകുതിയെങ്കിലും കൊടു. ടു 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 ടു. ലാസ്റ്റ് വൺ. ഇനി ഒരു സെറ്റ് കൂടാ. നമുക്ക് ഇനി ഒരു സെറ്റ് കൂടാ. അപ്പൊ ഒരു സെറ്റിൽ 3 സെറ്റ് ആവും. ഇല്ല 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 ഇല്ല. അവിടെ ഇരി അവിടെ ഇരി. ഒരു സെറ്റ് കൂടെ ഉണ്ട്. ഇല്ല ഇല്ല ഇല്ല. അതൊക്കെ നടക്കും. അതൊക്കെ നടക്കും. കുറച്ച് കുഴപ്പമില്ല. കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ്. വെറും 20 കിലോ ഉള്ളൂ. കളിച്ചാലേ പറ്റത്തുള്ളൂ. ഒരു സെറ്റ്. അത് കഴിഞ്ഞ് ഇനി 2 സെറ്റ് കൂടെ റിമൈനിങ് ഉണ്ട്. നിങ്ങളെ പോകൂല. നിങ്ങളിവിടെ ഇരിക്കും. 3 4 5. പയ്യ 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 പയ്യ. 6. പിടിപ്പിച്ചിറങ്ങും. 7 8 9. രണ്ടാമത്തെ സെറ്റ്. പോട് 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 പോട്. 12 11 10 9 8 7. അങ്ങനെ കൊടുത്തോ. അങ്ങനെ കൊടുത്തോ. ഫുള്ള് പോക്കണ്ട. അങ്ങനെ കൊടുത്തോ. പാർസൽ കൊടുത്തോ. 5 പോട്. 4 3 മാക്സിമം 2 ലാസ്റ്റ് വൺ. അല്ല മൂന്നാമത്തെ സെറ്റ്. വാ പോട് 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 പോട്. അടി. രണ്ടാം സെറ്റില് 3-ാം സെറ്റ്. ഇത് ലാസ്റ്റ്. 2 ഓരോ സെറ്റില് 3 സെറ്റ് ഉണ്ട്. പോട് 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 പോട്. ടോൾ. മാക്സിമം നോക്ക്. ഇതില് പാർഷ്യൽ ഇല്ല. 11 10. സ്പീഡ് ആവണമെങ്കിൽ അടിച്ചോ. 10 9 8 7 6 5 4 3 2 ലാസ്റ്റ് വൺ. ഓക്കെ. ഇങ്ങനെ വിടല്ല. അത് തൊലഞ്ഞു പോകുന്നാക്കി. ഇനി ഒരൊറ്റ സെറ്റേ ഉള്ളു. റിലാക്സ്. ഇതിന്റെ ഒറ്റ സെറ്റ് ഇനി ഉള്ളു. ഇല്ല 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 ഇല്ല. കയ്യിൽ കഴിഞ്ഞില്ല. ഉണ്ട് ഇനിയുണ്ട്. 2 3 പതുക്കെ. ഇത് പതുക്കെ. 4 5 6 7 9 10. ഒന്നുറ 11 ഒന്നുറ അടി. 12 അടി 12 അടി 12 അടി. ലാസ്റ്റ് സെറ്റ് ഉണ്ട്. 10 ഉണ്ട്. ലാസ്റ്റ് സെറ്റ് ഉണ്ട്. സെറ്റ് 1 2 3 4. മാക്സിമം അടിക്കണേ. 5 6 7 8 9 10. 5 more. 5 4. പറ്റണ അടിച്ചോ. 4 പറ്റണ അടിച്ചോ. 4 3 ഫെയിലർ. 2 രണ്ടൂടെ അടി അടി അടി. രണ്ടൂടെ അടിച്ച് നിർത്ത്. 2 ലാസ്റ്റ് വൺ. എന്നിട്ട് ഹോൾഡ് ചെയ്. മാസം കൈ കിട്ടിയിരുന്നെങ്കിൽ സെറ്റ് ആക്കിയാണ് നിങ്ങളെ ഞാൻ. തുടങ്ങാം. വാ തുടങ്ങാം. വാ എണീച്ചോ. കുറച്ച് ആറ്റിറ്റ്യൂഡ് ഇട്. ക്യാമറയിലുണ്ട്. ആറ്റിറ്റ്യൂഡ്. ഇതിൽക്കുള്ളിൽ ഇനി എളുപ്പമുള്ള എനിക്ക് തരാൻ പറ്റൂല. കുഴപ്പമില്ലല്ലോ. ഫുള്ളറായിക്കോ. പോട് 7 പോട് 8 പോട് 9. ഇരിക്കണം. കറക്റ്റ് സ്പോട്ടിന്റെ പൊസിഷനിൽ ഇരിക്കണം. കുറച്ചുകൂടെ ഇരുന്നോ. പറ്റും. ഇല്ല കുറച്ച് റെസ്റ്റ്. ഇല്ല റെസ്റ്റ് എടുത്തിട്ട് ചെയ്താലേ പറ്റത്തുള്ളൂ. 15 സെക്കൻഡെങ്കിലും ചെയ്യണം. നിങ്ങൾ അപ്പൊ എന്നാ ഇത് ഒരു സെറ്റല്ലേ. ഒരു സെറ്റെങ്കിലും നോക്ക്. 9 8 7 6 5 4 3 2 4 3 2 1. അത് വർക്കൗട്ട് അല്ലെന്ന്. അത് മസിൽ റിലാക്സ് ചെയ്യുമെന്ന്. നമുക്കത് ചെയ്യാം. ഒരു 2-3 സ്ട്രെച്ചിങ് ചെയ്യാം. ായിട്ടുള്ള ലെഗ് വർക്കൗട്ട് ഫിനിഷ് ചെയ്തു. പുള്ളിക്കാരനെ കാണിച്ചു തരാം. ഫീഡ്ബാക്ക് എങ്ങനെയുണ്ട്? ലെഗ് വർക്കൗട്ട് എങ്ങനെയുണ്ട്? നല്ല സുഖമുണ്ട്.
വർക്കൗട്ട് എല്ലാം കഴിഞ്ഞ് ഇനി നമ്മളിനി അവിടെ കൊണ്ട് കുറച്ചേരം കുത്തിയിരുന്ന് റീലും കണ്ടിട്ട് പിന്നെ രാവിലെ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് നമ്മളൊരു 6 മണിക്കുള്ള ബസ് ഓടിക്കും. 3:03 അപ്പോൾ വിചാരിച്ചു ഒരു ചായ കുടിച്ചിട്ടായിരുന്നു. ചായ കുടിച്ചിട്ട് 4 മണിയാകുമ്പോൾ കുറച്ച് ഫുഡ് ഉണ്ടാകണം. ഫുഡ് ഉണ്ടാക്കി നിറയെ ആഹാരം കഴിച്ചിട്ട് വേണം 5-5:30 ആകുമ്പോൾ കുളിച്ച് ഫ്രഷായ 6 മണിക്ക് നേരെ ഇറങ്ങാൻ. ഒരു മാമനുണ്ട്, ഒരു മലയാളിയാണ് പുള്ളിക്കാരൻ. അപ്പോൾ പുള്ളിക്കാരനോട് ചായ കുടിക്കാൻ പോകുന്ന വിചാരിച്ചു. ഇതായിരിക്കും ഒരു ലഡു കോഫിയും കഴിച്ചിട്ട് വേണം നമുക്കിനി പോകാൻ. ഒന്നുമില്ല കേട്ടോ. നമ്മുടെ കോഫിയും കുടിച്ചിട്ട് പോകുന്നു. എല്ലാം കുടിച്ചു. ഇനി നമ്മളെ പരിപാടി ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ ഉറക്കം എണീച്ചു. അപ്പം നമ്മുടെ ഇവിടെ നൂഡിൽസ് സെറ്റ് ചെയ്യാം. നൂഡിൽസ് സെറ്റിനുണ്ട് അച്ഛനും എനിക്കും. പിന്നെ മുട്ട പൊട്ടിച്ച് ഇതിലിടണം. അപ്പോൾ പ്രോട്ടീനുമായി. ഇത് ഹെൽത്തി അല്ല, പക്ഷേ നമുക്കിപ്പോൾ പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കി കഴിക്കാനുള്ളത് കൊണ്ടാണ്. കാരണം നമ്മളിപ്പോൾ 6 മണിക്ക് ഇറങ്ങിയ 10-11 മണിയാകുമ്പോൾ നമ്മൾ അബുദാബി എത്തും. അവിടെ നിന്ന് എല്ലാം കൂടെ സെറ്റ് 1 മണിക്കകത്ത് നമ്മൾ കയറുമായിരിക്കും. അപ്പോൾ അതുവരെ വിശന്നിരിക്കുന്ന ടാസ്ക്കാണ്. മുട്ട പൊട്ടിച്ചിടാം. മുട്ട പൊട്ടിക്കുക ഈസി വഴിയാണ്. അങ്ങനെ അടിക്കുക. ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അടുത്ത ഷോട്ട് കാണാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഫുഡും കഴിച്ച് ഒരു ചായയും കുടിച്ച് ഫ്രഷായിട്ട് നേരെ ഇറങ്ങും. അതാണ് നമ്മുടെ ഫൈനൽ കോസ്റ്റ്യൂം. അപ്പോൾ ഇനി പെട്ടി എടുത്ത് പാക്ക് ചെയ്ത് നേരെ ഇപ്പോൾ ഇറങ്ങും. സെറ്റും കഴിഞ്ഞു. ഇനി ഇതാ നമ്മൾ ബാഗും സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ലഗേജ് ഇപ്പോൾ എടുക്കും. ഞാനിപ്പോൾ നമ്മളെ പുള്ളിക്കാരനോടൊന്ന് പറയേണ്ടി വേണം. അപ്പോൾ മാമ നമ്മൾ പോട്ടെ, കാണാം. പോയി ശരി. അമ്മൻ്റെ അടുത്തും പറഞ്ഞു എല്ലാം സെറ്റായി. ഇത് നമ്മുടെ ചെറിയ ലഗേജ്, വലിയ ലഗേജ് ഉണ്ട്. താഴെ പോയി നമ്മളെ റൂമിൻ്റെ ഇതും കൂടെ കൊടുക്കണം. പുള്ളിക്കാരൻ ഇവിടെ നമ്മൾ കീയെല്ലാം കൊടുത്ത് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബസ് വരാൻ കാത്തിക്കണം. സമയം ഇപ്പോൾ ഏകദേശം 5:30 ആയിട്ടുണ്ട്. ഏകദേശം രാവിലെ വരുന്നുണ്ട് ലഗേജ്. ഇനി പോകാനുള്ള ഇവിടെ നിന്ന് നേരെ ഇവിടുത്തെ ഹോട്ടൽ ബസ്സുണ്ട്. അപ്പോൾ ഹോട്ടൽ ബസ്സിൽ നിന്ന് നേരെ പോയി നമ്മൾ അവിടെ നിന്ന് നേരെ മെട്രോ പിടിച്ച് പിന്നെ ഏതൊരു ഹൽദുബേദോ എന്തോ ഒരു പേരുള്ളൊരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് 1 മണിക്കൂർ നമുക്ക് ട്രാവലിംഗ് ഉണ്ട്. നമ്മൾ ആ ഡയറക്റ്റ് ബസ് കയറിയാൽ 1 മണിക്കൂർ ട്രാവൽ കഴിഞ്ഞിട്ട് അബുദാബി എയർപോർട്ടിൻ്റെ അവിടെ ഇറങ്ങുമെന്നാണ് പറയുന്നത്. അപ്പോൾ ബസ് ഒന്നും ഇപ്പോൾ നേരെ എല്ലാം കയറും. നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇനി മെട്രോയിലോട്ട് പോവുകയാണ്. നമ്മുടെ ട്രെയിൻ വരുന്നു. കയറിയിട്ട് നമുക്ക് വേറൊരു കണക്ഷൻ മെട്രോ ഉണ്ടായിരുന്നു. ഇറങ്ങിയിട്ട് അടുത്ത മെട്രോ കയറി. ഇപ്പോൾ കയറിയിട്ട് നമ്മൾ അടുത്ത വേറൊരു മെട്രോ കയറി. അതാണെങ്കിൽ നമ്മുടെ നാട്ടിലെ KSRTC ഇല്ലേ, അല്ലെങ്കിൽ ഇഷ്ടംപോലെ തിരക്ക് കൂടി നമ്മളൊരു വാതിലിൻ്റെ അവിടെ ഇങ്ങനെ തൂങ്ങി പിടിച്ച് നിൽക്കുന്ന അവസ്ഥയായിരുന്നു. ഏകദേശം ഒരു 3/4 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റായിട്ട് അബുദാബി പോണ ബസ്സുണ്ട്. ഇനി അത് പിടിക്കണം. ഷൂ ഒക്കെ കുളമായി, ചവിട്ടി നാശമാക്കി. നമ്മളെ ബസ്സെത്തി അബുദാബി ടു നമ്മളെ പെട്ടി കയറ്റണം. ഇതിലേ അങ്ങനെ ഫൈനലി നമ്മൾ അബുദാബി എയർപോർട്ടിലെത്തി. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മളെ യൂട്യൂബ് കാണുന്ന ഒരു സബ്സ്ക്രൈബർ ആണെന്ന് തോന്നുന്നു. പേര് വിളിച്ചിട്ട് നാട്ടിലോട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. പുള്ളിക്കാരൻ അകത്ത് കയറി. അതുകൊണ്ട് ഇനി കാണിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഐറ്റം എന്താ ട്രോളി എത്തി. അച്ഛൻ എന്താ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെക്കിങ്ങിന് വേണ്ടി ഇനി വെയിറ്റിംഗ് ആണ്. പെട്ടിങ് സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇനി ടൈം ആകുമ്പോൾ കയറും, ചെക്കിങ് ചെയ്യും. പിന്നെ നേരെ ഫ്ലൈറ്റിൽ കയറിയിട്ട് നമുക്ക് അടുത്ത ഷോട്ട് കാണാം. നമ്മളെ ചെക്കിങ് എല്ലാം കഴിഞ്ഞു, എല്ലാം സെറ്റായി. ഇനി നേരെ ഫ്ലൈറ്റിലാണ് കയറുന്നത്. ഏകദേശം 4 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നു. ലാസ്റ്റ് നമ്മളെ ഫ്ലൈറ്റ് വന്നു. ഇതാ നടക്കുന്നു നമ്മുടെ എത്തിയാദിൻ്റെ ഫ്ലൈറ്റാണ്. ഫ്ലൈറ്റിനകത്ത് വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും തിരുവനന്തപുരം എത്തിയിട്ട് കാണാം ഷോട്ട് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ. കിട്ടിയേ വിൻഡോ സീറ്റ് കിട്ടി.
ارتفاع الطيران. അങ്ങനെ ഫൈനലി നമ്മൾ തിരുവനന്തപുരം എയർപോർട്ടിലെത്തി. ചെറിയ വെതറൊക്കെ പ്രശ്നം വരുന്നു, പിന്നെ സേഫായിട്ട് എത്തി. എന്തായാലും ഇനി നമുക്ക് നേരെ ഇവിടെ നിന്ന് പുറത്തിറങ്ങണം. അമ്മയൊക്കെ കാത്തിപ്പുന്നുണ്ട്. ഫൈനലി നമ്മളെ ബാഗ് എല്ലാം കിട്ടി. ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോവേ അങ്ങോട്ട്. അങ്ങനെ നേരെ നമ്മളിതാ വീടെത്തി. നമ്മുടെ കൂട്ടുകാരന്മാരെ കൊണ്ടാക്കിയത് സംഭവം കാർ കൊണ്ടുവന്ന് അവിടെ നിന്ന് പിക്ക് ചെയ്ത് അത് വീഡിയോ എടുക്കാൻ പറ്റില്ല, സംസാരത്തിലൊക്കെ ആയതുകൊണ്ടതാ. അങ്ങനെ നമ്മളെ വീടെത്തി. ഇനി എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. ഒരു 2-3 ദിവസം റെസ്റ്റ് എടുക്കുക, സെറ്റ് ചെയ്യുക. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലെ ആൾക്കാരെ കാണിച്ചു തരാം. ഇതായിരിക്കുന്നു അമ്മ, ഇതായിരിക്കുന്നു എന്താ പെട്ടി. അമ്മയുടെ ബിരിയാണി ഇതാ റെഡിയായി. ഞാൻ കുളിച്ച് പാസ്സായി.